പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബക്കറ്റ് ചിക്കനാണ്. പക്ഷെ ഇത് ബക്കറ്റില്ലാതെ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാത്ത എളുപ്പമല്ല. കാരണം നമുക്ക് അതേപോലെ തീ കത്തിച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ബക്കറ്റില്ലാതെ ഈ ബക്കറ്റ് ചിക്കൻ ഇപ്പോഴത്തെ ട്രെൻഡും വൈറലുമായിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കാം. അതിനെക്കുറിച്ചൊരു ചെറിയ പരീക്ഷണമാണ് നടക്കുന്നത്. സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ ആവശ്യമുള്ള മസാല നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു 2.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ലൈം ഒഴിക്കാം, ഒരു 1/2 ലൈം ഒഴിക്കാവേ. ഒഴിച്ച ശേഷം ഇത് കളയാതെ സൂക്ഷിച്ച് വെക്കണം. ഇതുകൊണ്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് വെൽ. സ്വല്പം പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പെപ്പർ ഒരു 1/2 ടീസ്പൂൺ പെപ്പറും ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. മിക്സ് ചെയ്യണത്. ഇത് സ്വല്പം കൂടെ ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് 600 ചിക്കനാണ്. അതുകൊണ്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നമ്മൾ വേണ്ടാത്തതാണ് നമുക്ക് കണ്ടിച്ചെടുത്ത് വെള്ളക്കളയാം. പിന്നെ നമ്മൾ നമ്മുടെ തൊലി കളയല്ല കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമ്മൾ തൊലി വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. തൊലി ഇല്ലാതെ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഏതാണ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറേശ്ശെ നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. എടുക്കുക, നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി കൊടുക്കുക. നമ്മളിങ്ങനെ മസാല പുരട്ടി കൊടുക്കുമ്പോൾ ഇതിൻ്റെ മസാല എല്ലായിടത്തും പറ്റില്ല, മീറ്റയിലും പറ്റില്ല. അപ്പം ഇത് ജസ്റ്റ് പുറത്തോട്ടൊരു കളറ് കിട്ടാനും ആ തൊലിക്കൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പുരട്ടി കൊടുക്കുമ്പോൾ എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കാനായിട്ട് നമ്മൾ ഓർക്കണം. നന്നായിട്ട് നമ്മൾ മുഴുവൻ സ്ഥലത്ത് ഇത് പുരട്ടി കൊടുക്കണം. വളരെ സിമ്പിളാണ്. മസാല ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ തിക്കായിട്ടുള്ള മസാല ഉണ്ടാക്കാവുള്ളൂ. എന്നെങ്കിലും ഇത് വിത്താൽ പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മസാല വിത്ത് നന്നായിട്ട് പിടിക്കില്ല. അതുകൊണ്ട് വളരെ നന്നായിട്ട് വേണം മസാല നമുക്ക് ഉണ്ടാക്കാനായിട്ട്. എല്ലായിടത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നമുക്ക്. അതാണ് മസാലയുടെ ഒരു പ്രത്യേകത. എല്ലായിടത്തും കാരണം നമ്മൾ തൊലിയോട് കൂടി എടുക്കുന്നത് കൊണ്ട് വളരെ ഇതായിരിക്കണം. അതുപോലെ തന്നെ ചിക്കനിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. ചിക്കനിൽ വെള്ളം ഉണ്ടായാലും അത് പിടിക്കാനും പാടായിരിക്കും. അതുകൊണ്ട് ചിക്കനിൽ വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. മാക്സിമം നമുക്കത് ഡ്രൈ ചെയ്തെടുക്കണം ചിക്കൻ. ഇത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ്. അതല്ലെങ്കിൽ വിധത്തിൽ വെള്ളം പോകില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്യുന്നത്, ഇത് കാണിക്കാത്തത്. ഇനി ഇതിന് ശേഷം നമ്മുടെ മസാലയ്ക്കകത്തേക്ക് ഒരു 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ 2 സ്പൂൺ ബട്ടർ ഇട്ട് വെക്കണം. ബട്ടർ ഇട്ട് കൊടുക്കുക. ആ ബട്ടർ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത്. ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ചെറിയൊരു ഹോളുണ്ടാക്കണം. ഇത് നമ്മളിങ്ങനെ സ്കിന്നിനകത്ത് ചെറിയൊരു ഹോളുണ്ടാക്കണം. എന്നിട്ട് മസാല ഇട്ടാലേ മസാല ഇതിനകത്ത് നന്നായിട്ട് കയറുള്ളൂ. അത് സ്കിന്നിൽ ഹോളുണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പൊട്ടാൻ പാടില്ല. ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ കൈവിരലിട്ട് കയറ്റി വേണം ഹോളുണ്ടാക്കാനായിട്ട്. ഉണ്ടോ? ഇങ്ങനെ കയറ്റണം. നഖം ഒരിക്കലും നഖം പാടില്ല. നഖം ഇല്ലാതെ വേണം അത് കയറ്റാനായിട്ട്. ഇങ്ങനെ കയറ്റി കൊടുക്കണം. നമുക്കിത് ഇങ്ങനെ ഇട്ട് ഇതിന് സ്കിൻ വിടിയിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കണം. മസാല ഇങ്ങനെ എടുക്കുക. മസാല എടുത്തിട്ട് ഇങ്ങനെ തിരികെ കയറ്റുക. തിരികെ കയറ്റണം.
അതേപോലെ തന്നെ ഈ സൈഡിൽ മസാല എടുത്തിട്ട് നമുക്കിത് തിരികെ ഈ സൈഡിലേക്ക് വേണം കയറ്റാനായിട്ട്. ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ മസാല ഇങ്ങനെ പ്രസ് ചെയ്ത് ആ സൈഡ് മുഴുവനായി. ഈ സൈഡ് ഇത് മസാല, ഈ സൈഡ് മുഴുവൻ മസാലയായി. ഇത് ഇവിടെ മുഴുവൻ മസാലയായി. മസാലയെല്ലാം നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടിക്കെട്ടണം. അല്ലെങ്കിൽ കാല് രണ്ടും കൂടെ അകന്നു പോകുന്നതുകൊണ്ട് ഈ കാല് നമുക്കൊന്ന് കൂട്ടിക്കെട്ടണം. അപ്പം മറു സൈഡ് ചെയ്തതുപോലെ തന്നെ നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഈ മീറ്റുള്ള ഭാഗവും നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം. എന്നാലേ മസാല ആവശ്യത്തിന് മീറ്റിലും പിടിക്കത്തുള്ളൂ. നമുക്ക് അതേപോലെ തന്നെ ഇതിനകത്തും മസാല ഇട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്രേവിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കണം. ഇതിൻ്റെ ചെറിയ സോസ് വേണം. അങ്ങനെ ഇത് നല്ല ഡ്രൈ ആയിരിക്കും. ഈ ഡ്രൈ ആയിട്ട് നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി സോസ് ഉണ്ടാക്കണം. ആ സോസ് ഇതിനോട് ഒപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് ടൊമാറ്റോയും ഈ സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടിച്ച് ഇതിനകത്തേക്ക് ഇടുക. അതിന് മുമ്പ് ഇച്ചിരി സ്പ്രേ ചെയ്യണം. ഓയിൽ സ്പ്രേ ചെയ്യാനാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസ് മുറിച്ച് ഇടാം. അടുത്ത് നമുക്കൊരു ക്യാരറ്റാണ്. ക്യാരറ്റ് നമുക്ക് ഒരുപാട് ചെറുതാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് മിക്സിക്കകത്തിട്ട് അടിച്ചാണ് എടുക്കുന്നത്. ഇതിൻ്റെ സോസായിട്ട് എടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം എളുപ്പത്തിനുള്ള സൈസായിട്ട് ചെറുതാക്കി ഇട്ടാൽ മതി. ടൊമാറ്റോയും ഇത് ജസ്റ്റ് ഒരു 3-4 പീസായിട്ട് മുറിച്ചിട്ടാൽ മതി. അതാണ് ഞാൻ അതിന് നമുക്കിതൊന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞത്. നമുക്കിതിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. രണ്ട് ഗാർലിക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിടാം. രണ്ട് ഗാർലിക്ക് ഇട്ടു. ഇത് സ്വല്പം ഒനിയനുണ്ട്. ഒനിയൻ ഒരു ഹാഫ് ഒനിയൻ കൂടി ഇടാം. ഇനി സ്വല്പം ജിഞ്ചർ ചെറുതായിട്ട് മുറിച്ചിട്ട് കിട്ടാൽ മതിയേ. ഇട്ടു. ഇനി അതിലേക്ക് രണ്ട് ഗ്രീൻ ചില്ലീസ്, അതുപോലെ തന്നെ ഉണക്കമുളക്, ഇത്തിരി കാടമം, ഒരു 3 കാടമം, റെഡ് പെപ്പർ ഒരു 2-3 പീസായിട്ട് മുറിച്ച് കിട്ടാൽ മതി. സ്വല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. 5-6 ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കുക. ഇതിന് വേണ്ട സോൾട്ട് കേട്ടോ. ഒരുപാട് സോൾട്ട് വേണ്ടേ. ചിക്കനകത്ത് ഒരുപാട് സോൾട്ട് ഉണ്ടല്ലോ. ഇതിന് സോൾട്ട്. അതിൽ ഇത്ര സൈസുള്ളൊരു സിനമൺ സ്റ്റിക്ക് കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ട്രേ എടുത്ത് കൊടുക്കുക. ട്രേയുടെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ എടുത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് കൊടുക്കുക. ഇനി നമുക്കെടുത്ത് നമ്മുടെ ഓവൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്യാം. ഓവൻ ചൂടാണ്. ഓവനിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് നേരത്തേക്ക് അതിനകത്ത് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് പുറത്തെടുത്തിട്ട് അത് നമുക്കൊന്ന് കെട്ടി വെക്കണം നന്നായിട്ട്. ഇതാണ് ഇത്. നമുക്ക് സിൽവർ ഫോയിലിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് നോക്കാം. വളരെ നന്നായിട്ട് എയർ ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ നമുക്കൊന്നത് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 35 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ച് 15 മിനിറ്റ് നേരം കൂടെ പുറത്തിരുന്ന് സാധനം കുക്കാകട്ടെ. ഇത് തുറന്ന് നോക്കാം ഇത് എന്തുമാത്രമായെന്ന്. വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. മിക്സിക്കില്ലാത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് സാധനം.
is really juicy and the masala was really nice. Try with the gravy now. I was like, absolutely not. Looks like gravy. The gravy is really good. And tell us in the comments what you think, what you thought about the video. I want you guys to hit that notification bell. Thank you for watching.